നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ നവോത്ഥാനം ക്ലാസ്സിലേക്ക് ഹർദമായ സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന നവോത്ഥാന നായകന്റെ പേര് വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ. എന്താണ്? ശുഭാനന്ദ ഗുരുദേവൻ എന്നാണ് ആ നവോത്ഥാന നായകന്റെ പേര്. ഈ പേര് അധികം ആളുകളാരും തന്നെ കേട്ടിട്ടുണ്ടാവില്ല. കാരണം ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങള്, ഇദ്ദേഹത്തിന്റെ ജീവിത രീതി, ഇദ്ദേഹം ഇടപെട്ടിരുന്ന കാര്യങ്ങള്, ഇതെല്ലാം നമ്മുടെ സാമൂഹിക വ്യവസ്ഥിതി അനുസരിച്ച് കൂടുതൽ ആളുകൾ പ്രചരിപ്പിക്കുകയുണ്ടായില്ല. അതുകൊണ്ട് തന്നെയാണ് ശുഭാനന്ദ ഗുരുദേവനെ കുറിച്ചുള്ള ആ ഒരു വാർത്തകൾ എന്ന് പറയുന്നത് ബഹുഭൂരിപക്ഷം ആളുകളുടെയും ഉള്ളിലും അറിയാതിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുണ്ട്, ലോകത്തിലെ ഒരു ഏറ്റവും വലിയ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ഹിന്ദുമത കൺവെൻഷൻ നമ്മൾ കേട്ടിട്ടുണ്ട് ക്രിസ്തുമത കൺവെൻഷൻ നമ്മൾ മാരാമൺ കൺവെൻഷൻ എന്ന് പറയുന്നു കോഴഞ്ചേരിയിൽ നടത്തപ്പെടുന്ന മാരാമൺ കൺവെൻഷൻ. അതേപോലെ കേരളത്തിൽ നടത്തപ്പെടുന്ന ഒരു ഹിന്ദുമത കൺവെൻഷൻ ഉണ്ട്. അത് ചെറുകോൽ പുഴയിലെ ഹിന്ദുമത കൺവെൻഷനാണ്. ആ ചെറുകോൽ പുഴ കൺവെൻഷൻ അത് ശുഭാനന്ദ ആശ്രമത്തിന്റെ കീഴിൽ നടത്തപ്പെടുന്നതാണ്. ആ ചെറുകോൽ പുഴയിലെ ഹിന്ദുമത കൺവെൻഷൻ തുടങ്ങി വെച്ചതും അതിന് നേതൃത്വം കൊടുത്തതും മറ്റാരുമായിരുന്നില്ല, ശുഭാനന്ദ ഗുരുദേവനായിരുന്നു. ഈ ശുഭാനന്ദ ഗുരുദേവൻ ജീവിച്ചിരുന്നതും വളർന്നു വന്നതും വളരെയധികം സാമൂഹികമായിട്ട് അടിച്ചമർത്തപ്പെട്ട ഒരു സമുദായത്തിലായിരുന്നു. ആ സമുദായത്തിന്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും ഉന്നമനത്തിനും വേണ്ടി ആദ്യകാലങ്ങളിൽ പ്രവർത്തനം നടത്തിയ ഇദ്ദേഹം പിന്നീട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞൊരു കാഴ്ചപ്പാടിലേക്ക് മാറുകയും ലോകത്തിന് മുഴുവൻ നന്മ വരണമെന്നുള്ള ചിന്തയിൽ പ്രവർത്തിക്കുകയും ചെയ്തു. ആ ശുഭാനന്ദ ഗുരുദേവനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പൊ ക്ലാസ് എടുക്കുന്ന എന്റെ പേര് ശ്രീറാം. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിലും ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിലും അതിന്റെ കാരണം എന്താണ് എന്ന് കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പൊ നമുക്കിന്ന് ശുഭാനന്ദ ഗുരുദേവൻ എന്ന നവോത്ഥാന നായകനെ കുറിച്ച് നമുക്ക് അത്യാവശ്യം മനസ്സിലാക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളിലേക്ക് ഒന്ന് കടക്കാം. ഈ ശുഭാനന്ദ ഗുരുദേവൻ എന്ന് പറഞ്ഞ വ്യക്തി, ശുഭാനന്ദൻ എന്ന പേര് എന്ന് പറയുന്നത് ഒരുപാട് വൈകിയാണ് സ്വീകരിക്കുന്നത്. ജനന സമയത്ത് ഇദ്ദേഹത്തിന് മറ്റൊരു പേരായിരുന്നു ഉണ്ടായിരുന്നത്. ആ പേരെന്തായിരുന്നു? എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുകയാണ്. ആ പേരായിരുന്നു പാപ്പൻകുട്ടി എന്ന് പറയും. പാപ്പൻകുട്ടി. പാപ്പൻകുട്ടി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ ബാല്യകാലത്ത് പാപ്പൻകുട്ടി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ വേറെ ആരുമായിരുന്നില്ല, ശുഭാനന്ദ ഗുരുദേവനെയാണ് എല്ലാവരും പാപ്പൻകുട്ടി എന്ന് പേരിട്ട് വിശേഷിപ്പിച്ചിരുന്നത്. ഇദ്ദേഹത്തിന്റെ ജനനം എവിടെയാണ്, അല്ലെങ്കിൽ അദ്ദേഹം ജനിച്ച സ്ഥലം എവിടെയാണ്, ഇദ്ദേഹത്തിന്റെ ആദ്യ കർമ്മ മണ്ഡലം എവിടെയാണ് മുതലായ കാര്യങ്ങളും കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. ഇദ്ദേഹത്തിന്റെ ജനനം എന്ന് പറയുന്നത് 1882 1882 ഇദ്ദേഹം ജനിച്ച സ്ഥലം എന്ന് പറയുന്നത് ചെങ്ങന്നൂർ എന്ന പ്രദേശം നമുക്കറിയാം ചെങ്ങന്നൂർ ആലപ്പുഴ ജില്ലയിലെ ഒരു താലൂക്കാണ് ചെങ്ങന്നൂർ എന്ന് പറഞ്ഞത്. ഈ ചെങ്ങന്നൂരിൽ ഒരു ഗ്രാമമുണ്ട്. ഗ്രാമത്തിന്റെ പേരാണ് ബുധനൂർ എന്ന് പറയും. അപ്പൊ ചെങ്ങന്നൂരിലെ ബുധനൂർ എന്ന സ്ഥലത്ത് 1882 ജനിച്ച നവോത്ഥാന നായകനായ ഈ പറയുന്ന ശുഭാനന്ദ ഗുരുദേവൻ, അദ്ദേഹം ജനിച്ചത് അധസ്ഥിത സമുദായം എന്ന് ഒരു കാലത്ത് മുദ്രകുത്തപ്പെട്ടിരുന്ന സാംബവ സമുദായത്തിലാണ്. സാംബവ സമുദായത്തിൽ ജനിക്കപ്പെട്ടു. പറയ സമുദായം എന്ന് പരിഷ്കരിക്കുന്നു, അല്ലെങ്കിൽ എന്താണ് വിശേഷിപ്പിക്കുന്ന സമുദായം തന്നെയാണ് സാംബവ സമുദായം എന്ന് ചില ജാതി റിസർച്ചുകൾ നടത്തുന്ന പണ്ഡിതന്മാര് പറയുന്നു. അപ്പൊ സാംബവ സമുദായത്തിൽ ജനിച്ചു. അന്നത്തെ കാലത്ത് ഇത് അധസ്ഥിത വിഭാഗമായിട്ട് മുദ്രകുത്തപ്പെട്ടിരുന്ന ആളുകളായിരുന്നു. സാംബവ സമുദായത്തിൽ 1882 ചെങ്ങന്നൂരിലെ ബുധനൂരിൽ ജനിച്ച ശുഭാനന്ദ ഗുരുദേവൻ, അദ്ദേഹം ശുഭാനന്ദ ഗുരുദേവൻ ആയതെപ്പോഴാണ്, എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇദ്ദേഹത്തിന് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അമ്മ മരിച്ചുപോയി. എന്ന് വെച്ചാൽ 12ാമത്തെ വയസ്സിൽ ഇദ്ദേഹത്തിന് അമ്മയെ നഷ്ടപ്പെട്ടു. 12ാമത്തെ വയസ്സിൽ അമ്മയെ നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ പിന്നെ വീടുമായി ബന്ധിപ്പിക്കുന്ന ഒരു ബന്ധനം ഇല്ല, ബന്ധനം നഷ്ടപ്പെട്ടു. അദ്ദേഹം അതുകൊണ്ട് തന്നെ എന്താണ്, ചെറിയ പ്രായത്തിൽ തന്നെ സഞ്ചാരിയായിട്ട് നാട് ചുറ്റാൻ ഇറങ്ങി. അങ്ങനെ ചെറിയ പ്രായത്തിൽ ഒരുപാട് ജ്ഞാനം അദ്ദേഹത്തിന് കൈവന്നു, ഒരുപാട് അനുഭവങ്ങൾ കൈവന്നു. അതിന്റെയൊക്കെ അവസാനം അദ്ദേഹം തീരുമാനിക്കുകയാണ്, ആത്മീയത എന്ന് പറഞ്ഞ ഒരു പാതയിലേക്കാണ് എന്റെ മനസ്സ് വ്യാപൃതമായിരിക്കുന്നത്. അതുകൊണ്ട് ആത്മീയതയിൽ ഒരു ലോകം തിരഞ്ഞു പോവുക എന്നുള്ളതാണ് എന്റെ കടമയെന്നും തിരിച്ചറിഞ്ഞ നമ്മുടെ ശുഭാനന്ദ ഗുരുദേവൻ എന്ത് ചെയ്യുകയാണ്, കാഷായം എന്ന് പറയുന്നത് സ്വീകരിക്കുകയാണ്. അത് 1918 ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്, കാഷായം എടുത്ത് സന്യാസം സ്വീകരിക്കണമെന്ന് പറഞ്ഞ ആ ഒരു ചിന്താഗതിയിലേക്ക് വരുന്നത്. അദ്ദേഹം മാവേലിക്കര എന്ന സ്ഥലം നമുക്കറിയാം, ആലപ്പുഴ ജില്ലയിലെ തന്നെ ഒരു സ്ഥലമാണ് മാവേലിക്കര എന്ന് പറയുന്നത്. ഈ മാവേലിക്കരയിലെ ചെന്നിത്തല നമ്മുടെ രമേശ് ചെന്നിത്തല എന്ന് നിങ്ങൾ കേട്ട് കാണാം. ആ രമേശ് ചെന്നിത്തലയല്ല, ആ പ്രദേശമാണ് ചെന്നിത്തല എന്ന് പറയുന്നത്. അപ്പൊ ചെന്നിത്തലയിൽ വെച്ച് 1918 മാവേലിക്കരയിലെ ചെന്നിത്തലയിൽ വെച്ചിട്ടാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്, കാഷായം എടുത്തിട്ട്
ശുഭാനന്ദൻ എന്ന് പറയുന്ന ഒരു പേര് സ്വീകരിക്കുന്നത്. അങ്ങനെ ശുഭാനന്ദൻ എന്നുള്ള പേര് സ്വീകരിച്ച സന്യാസ വൃത്തിയിലേർപ്പെട്ട ഇദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് മറ്റാരുമായിരുന്നില്ല. ഇദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തിയുടെ പേര് ചോദിച്ചാൽ അതാണ് ശ്രീനാരായണ ഗുരുവാണ്. അല്ലെ? അപ്പൊ ശ്രീനാരായണ ഗുരുവാണ് ശുഭാനന്ദ ഗുരുദേവനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത്. അതുകൊണ്ട് തന്നെ ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശങ്ങളെ വളരെയധികം ഭയഭക്തി ആദരവോടുകൂടി തന്നെയാണ് ശുഭാനന്ദ ഗുരുദേവൻ പഠിച്ചത്. നമുക്കറിയാം, ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശമുണ്ട്: ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. ഒരു ജാതി എന്നും ഒരു മതമെന്നും ഒരു ദൈവമെന്നും പറയുന്ന ശ്രീനാരായണ ഗുരുദേവന്റെ ആശയം ഇദ്ദേഹത്തെ വളരെയധികം സ്വാധീനിച്ചതുകൊണ്ട് എന്ത് ചെയ്തു? ഇദ്ദേഹം നേരെ ശിവഗിരി മഠത്തിലേക്ക് ചെല്ലുകയും നമ്മുടെ ശ്രീനാരായണ ഗുരുവിനെ കാണുകയും ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യത്വം സ്വീകരിക്കുകയും കുറച്ചു കാലം ശ്രീനാരായണ ഗുരുവുമൊത്ത് അവിടെ ജീവിച്ച് ആചാര്യമായി തന്നെ, അല്ലെങ്കിൽ എന്താണ്, ഒരു ആചാര്യ ഭരണമൊക്കെ സ്വീകരിച്ച് അവിടുത്തെ ഒരു സ്വാമി എന്ന നിലയിൽ കുറച്ചു കാലം കഴിഞ്ഞു. അതിനുശേഷം ഇദ്ദേഹം ശ്രീനാരായണ ഗുരുവിന്റെ അനുവാദത്തോടുകൂടി തന്നെ ഇദ്ദേഹത്തിന്റെ ആ ശ്രീനാരായണ ഗുരുദേവന്റെ സന്ദേശങ്ങളും ദർശനങ്ങളും എല്ലാം പ്രചരിപ്പിക്കാനായിട്ടുള്ള തീരുമാനത്തിൽ ചേരുകയും അവിടെ നിന്നും ശ്രീനാരായണ ഗുരുവിന്റെ ആശ്രമത്തിൽ നിന്നും തിരികെ പോരുകയും ചെയ്യുന്നു. അങ്ങനെ തിരികെ പോകുന്ന ഇദ്ദേഹം 1926 ഒരു സംഘടന രൂപീകരിച്ചു. ആര്? നമ്മുടെ ശുഭാനന്ദ ഗുരുദേവൻ. 1926 രൂപീകരിച്ച സംഘടനയുടെ പേരായിരുന്നു ആത്മബോധോദയ സംഘം എന്ന് പറയും. ആത്മബോധോദയ സംഘം. അപ്പോൾ ആത്മബോധോദയ സംഘം ആരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച സംഘടനയാണെന്ന് ചോദിച്ചാൽ ശുഭാനന്ദ ഗുരുദേവന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച സംഘടനയുടെ പേരാണ് ആത്മബോധോദയ സംഘം എന്ന് പറയും. അല്ലെ? അപ്പൊ ആത്മബോധോദയ സംഘം ആരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച സംഘടനയാണെന്ന് ചോദിച്ചാൽ ശുഭാനന്ദ ഗുരുദേവന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച സംഘടനയുടെ പേരാണ് ആത്മബോധോദയ സംഘം എന്ന് പറയും. അതായത് അവനവന്റെ ഉള്ളിലുള്ള ബോധത്തെ ഉണർത്തുകയും അവനവനോട് തന്നെയല്ല ഈ ലോകത്തോട് തന്നെ ഒരു കടമയും കടപ്പാടുമുണ്ട് എന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്ന ഒരു സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന സംഘടനയായിരുന്നു ഈ ആത്മബോധോദയ സംഘം എന്ന് പറഞ്ഞ സംഘടന. ഇത് സന്യാസികളായിട്ടുള്ള അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു. പിന്നീട് ഇതുപോലെ തന്നെ എന്ത് ചെയ്തു? സന്യാസിനിമാരെന്നുള്ള വിഭാഗത്തിൽ, അല്ലെങ്കിൽ വനിതകൾ എന്നുള്ള കുറച്ച് ആൾക്കാർ ഈ ഒരു ആശയത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് കൂടി പ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം മറ്റൊരാശയം കണ്ടെത്തി. അതായിരുന്നു 1932 രൂപീകരിച്ച ആത്മബോധിനി സംഘം എന്ന് പറയുന്നത്. ആത്മബോധിനി സംഘം, അല്ലെ? ആത്മബോധോദയ സംഘവും 1926 ആത്മബോധിനി സംഘം 1932 രൂപീകരിച്ചതും വേറെ ആരുമല്ല, നമ്മുടെ ശുഭാനന്ദ ഗുരുദേവൻ തന്നെയാണ്. ശുഭാനന്ദ ഗുരുദേവനെ നമ്മൾ എക്കാലത്ത് മൂർത്തിരിക്കുന്നത് മറ്റൊരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. 1934 ഗാന്ധിജി നമ്മുടെ കേരളം സന്ദർശിച്ചായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ? ഗാന്ധിജി 1934 കേരളം സന്ദർശിച്ചു. എന്തിനു വേണ്ടിയാണ് സന്ദർശിച്ചതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം എന്തിനു വേണ്ടിയാണ്. ഖാദി എന്ന് പറയുന്ന ഒരു വസ്ത്രം, അതിന്റെ പ്രചരണം, അതോടൊപ്പം തന്നെ ഒരു പ്രത്യേക വിഭാഗമുണ്ട്, അല്ലെ? ആരാണ്? ഹരിജനം എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അപ്പൊ ഹരിജനത്തിന്റെ ഉദാഹരണം ഹരിജനം, അല്ലെ? അപ്പൊ ഹരിജനം എന്ന് പറയുന്ന ജാതിയിൽ പിന്നോക്കം നിൽക്കുന്ന സമൂഹത്തിന്റെ ഏറ്റവും പിറകിലേക്ക് മാറ്റി നിർത്തപ്പെട്ടിരുന്ന ഒരു വിഭാഗത്തെ സമൂഹത്തിന്റെ മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മഹാത്മാഗാന്ധി നടത്തിയ ഒരു പ്രവർത്തനമാണ് മഹാത്മാഗാന്ധിയുടെ ഹരിജനോദ്ധാരണ ക്യാമ്പയിൻ, അല്ലെങ്കിൽ ഹരിജൻ വെൽഫെയർ ക്യാമ്പയിൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ ഹരിജനോദ്ധാരണത്തിന്റെ ഭാഗമായിട്ട് ഹരിജനങ്ങൾക്ക് താമസിക്കുവാനായിട്ട് അടച്ചുറപ്പുള്ള വീടുകൾ, ഹരിജനങ്ങളുടെ മക്കൾക്ക് പഠിക്കാനായിട്ട് സ്കൂളുകള്, അതേപോലെ തന്നെ അവർക്ക് പൊതു കിണറിൽ നിന്നും വെള്ളം എടുക്കണം, അതേപോലെ തന്നെ തൊഴിൽശാലകൾ അനുവദിച്ചു കൊടുക്കണം, സമൂഹത്തിലുള്ള ആ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും അയിത്തവും എല്ലാം മാറ്റി നിർത്തണമെന്നുള്ള ആ ചിന്താഗതി വെച്ചുകൊണ്ട് നമ്മുടെ ശ്രീനാരായണ ഗുരുവൊക്കെയായിട്ട് 1925 ഗാന്ധിജി സംഭാഷണം നടത്തിയില്ലേ? ആ സംഭാഷണത്തിൽ നിന്ന് ഗാന്ധിജിക്ക് കിട്ടിയ ആ ഒരു ഉൾക്കരുത്തിന്റെ അടിസ്ഥാനത്തിൽ ഗാന്ധിജി തുടങ്ങിയ ആശയമായിരുന്നു ഓൾ ഇന്ത്യ ആന്റി അൺടച്ചബിലിറ്റി ലീഗ് എന്ന് പറയുന്നത്. 1933 ഗാന്ധിജി ഈ ഓൾ ഇന്ത്യ ആന്റി അൺടച്ചബിലിറ്റി ലീഗ് എന്നുള്ള സംഘടന രൂപീകരിക്കുന്നത്. എന്നിട്ട് ആ സംഘടനയുടെ ലേബലിലാണ് 1934 ഹരിജനോദ്ധാരണ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. ഹരിജനോദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് മഹാരാഷ്ട്രയിലെ വാർധ നദിയുടെ തീരത്ത് വാർധ ആശ്രമം സേവാഗ്രാമം എന്ന പേരിൽ ഗാന്ധിജി സ്ഥാപിക്കുന്നതും ആ സേവാഗ്രാമത്തിൽ ഹരിജന വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ധാരാളം ആളുകളെ വിളിച്ചുകൂട്ടുകയും അവർക്ക് മെച്ചപ്പെട്ട ജീവിത ഉപാധികളും മെച്ചപ്പെട്ട സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയും
അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടുന്ന ഫണ്ട് സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഭാരതത്തിലെമ്പാടും പര്യടനം നടത്തുകയും ചെയ്യുന്നത്. ആ പര്യടനത്തിന്റെ ഭാഗമായിട്ടാണ് 1934 ഗാന്ധിജി നമ്മുടെ കേരളത്തിലെത്തുന്നത്. കോഴിക്കോട് വെച്ചിട്ട് കൗമുദി എന്ന് പറയുന്ന 14 വയസ്സുള്ള ഒരു പെൺകുട്ടി അവരുടെ കഴുത്തിലും കയ്യിലും കാതിലും എല്ലാം കിടന്ന സ്വർണ്ണാഭരണങ്ങൾ ഊരി ഗാന്ധിജിയുടെ ഹരിജനോദ്ധാരണ നിധിയിലേക്ക് സംഭാവന ചെയ്തു. അധസ്ഥിത വിഭാഗമായ ഹരിജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ലോകം ആദരിക്കുന്ന മഹാത്മാഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഒരു ക്യാമ്പയിനെ പരിപൂർണ പിന്തുണ അർപ്പിച്ചുകൊണ്ട് 1934 ഗാന്ധിജിക്ക് ഒരു സ്വീകരണം കൊടുത്തു. ആര്? നമ്മുടെ ശുഭാനന്ദ ഗുരുദേവൻ. ശുഭാനന്ദ ഗുരുദേവൻ ഗാന്ധിജിക്ക് സ്വീകരണം നൽകിയത് എവിടെ വെച്ചാണെന്ന് അറിയാമോ? അത് മാവേലിക്കര എന്ന സ്ഥലത്ത് തന്നെയാണ്. മാവേലിക്കരയിലെ തട്ടാരമ്പലം എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. മാവേലിക്കരയിലെ തട്ടാരമ്പലത്ത് വെച്ച് ഗാന്ധിജിക്ക് സ്വീകരണം നൽകിയത് മറ്റാരുമായിരുന്നില്ല, ശുഭാനന്ദ ഗുരുദേവനായിരുന്നു. ഹരിജനോദ്ധാരണ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിലെത്തിയ ഗാന്ധിജിക്ക് സ്വീകരണം കൊടുത്തത് ശുഭാനന്ദ ഗുരുദേവനാണ്. അങ്ങനെ ശുഭാനന്ദ ഗുരുദേവൻ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഗാന്ധിക്ക് സ്വീകരണം നൽകിയ ആളെന്ന നിലയിൽ പ്രശസ്തനായിട്ട് മാറുകയാണ് ഉണ്ടായത്. പിന്നീട് വീണ്ടും വരുന്ന ശുഭാനന്ദ ഗുരുദേവനെ കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നത് 1935 കാലഘട്ടത്തിലാണ്. 1935 കാലഘട്ടത്തിൽ സംഭവിച്ചത് എന്ത് എന്ന് ചോദിച്ചാൽ ശുഭാനന്ദ ഗുരുദേവന്റെ നേതൃത്വത്തിൽ ഒരു ജാഥ പുറപ്പെട്ടു പോയി എന്നുള്ളതാണ്. എങ്ങോട്ടേക്കാണ് ജാഥ പുറപ്പെട്ടു പോയതെന്ന് ചോദിച്ചാൽ 101 പേരടങ്ങുന്ന ഒരു ജാഥയാണ് പുറപ്പെട്ടു പോയത്. 101 പേരടങ്ങുന്ന ജാഥ പുറപ്പെട്ടു പോയത് എന്നാണ്. 1935 അല്ല, 1931, 32 കാലഘട്ടത്തിലാണ് ഈ ജാഥ പുറപ്പെടുന്നത്. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ മറ്റൊന്നിനും വേണ്ടിയല്ല. ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കെ കേളപ്പന്റെ നേതൃത്വത്തിൽ ഗുരുവായൂർ സത്യാഗ്രഹ നടയിൽ ഒരു സമരം നടക്കുകയാണ്. ഗുരുവായൂർ സത്യാഗ്രഹം എന്നാണ് നമ്മൾ അതിനെ വിശേഷിപ്പിക്കുന്നത്. ആ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് തിരുവിതാംകൂറിൽ നടന്ന ഒരു സമരം. കൊച്ചി രാജ്യത്താണ് ഗുരുവായൂരെങ്കിലും തിരുവനന്തപുരം അല്ലെങ്കിൽ തിരുവിതാംകൂർ എന്ന് പറയുന്ന തൊട്ടടുത്ത രാജ്യത്തും സമാനമായ രീതിയിൽ ക്ഷേത്രപ്രവേശനം ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി കാത്തിരിക്കുന്ന അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് ഹിന്ദു മതവിശ്വാസികളുണ്ടെന്നും ഞങ്ങൾക്ക് അതിനുള്ള അവകാശങ്ങളെല്ലാം അനുവദിച്ചു തരണമെന്നും മഹാരാജാവിനോട് ആവശ്യപ്പെട്ടുകൊണ്ടൊരു നിവേദനം സമർപ്പിക്കുവാനായിട്ട് ശുഭാനന്ദ ഗുരുദേവന്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട ഒരു ജാഥ കൂടിയുണ്ട് എന്നുള്ളത് നമ്മൾ ഇവിടെ ഓർക്കേണ്ടതാണ്. 1950 ശുഭാനന്ദ ഗുരുദേവന്റെ മരണം സംഭവിക്കുന്നത്. ശുഭാനന്ദ ഗുരുദേവനുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുക. ശുഭാനന്ദ ഗുരുദേവന്റെ ആശ്രമമായ ശുഭാനന്ദ ആശ്രമം അല്ലെ, അത് ചെറുകോൽപ്പുഴ എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഏറ്റവും വലിയ ഹിന്ദുമത കൺവെൻഷൻ നടത്തുന്നത്. ചെറുകോൽപ്പുഴയിലെ ഹിന്ദുമത കൺവെൻഷൻ ആണ്. നമ്മുടെ ശുഭാനന്ദ ഗുരുദേവന്റെ ആദ്യകാലത്തെ പേരെന്തെന്ന് ചോദിച്ചാൽ അത് പാപ്പൻകുട്ടി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹത്തിന്റെ ജന്മസ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ജനിച്ച സ്ഥലം എന്ന് പറയുന്നത് ചെങ്ങന്നൂരിനടുത്തുള്ള ബുധനൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഇദ്ദേഹം ഏത് സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാംബവ സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ് ഇദ്ദേഹം. പാപ്പൻകുട്ടി എന്നാണ് കാഷായം കൊടുത്ത് ശുഭാനന്ദൻ എന്ന പേര് സ്വീകരിച്ചതെന്ന് ചോദിച്ചാൽ 1918 മാവേലിക്കരയ്ക്കടുത്തുള്ള ചെന്നിത്തല എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഇദ്ദേഹം ഏത് പേര് സ്വീകരിക്കുന്നത്? ശുഭാനന്ദൻ എന്ന പേര് സ്വീകരിക്കുന്നത്. ശുഭാനന്ദനേറെ ആകൃഷ്ടനായത് ആരുടെ ആശയങ്ങളിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീനാരായണ ഗുരുദേവന്റെ ആശയങ്ങളിൽ ആകൃഷ്ടനായ ശുഭാനന്ദൻ ശിവഗിരി സന്ദർശിക്കുകയും കുറച്ചു കാലം അവിടെ സ്വാമിയായി ജീവിക്കുകയും ശ്രീനാരായണ ഗുരുദേവനിൽ നിന്ന് ഒരുപാട് വിദ്യകൾ അഭ്യസിക്കുകയും ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിനുശേഷം അദ്ദേഹം എങ്ങോട്ടേക്ക് വരികയാണ്? അതിനുശേഷം അദ്ദേഹം വരുന്നത് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ ശ്രീനാരായണ സന്ദേശങ്ങളും ഹൈന്ദവ ധർമ്മവും പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അതിന്റെ ഭാഗമായിട്ട് 1926 ഇദ്ദേഹം ഒരു സംഘടന രൂപീകരിച്ചു. സംഘടനയുടെ പേരായിരുന്നു ആത്മബോധോദയ സംഘം എന്ന് പറയും. ആത്മബോധോദയ സംഘം. അതിനുശേഷം 6 വർഷങ്ങൾക്ക് ഇപ്പുറം 1932 ഇദ്ദേഹം രൂപീകരിച്ച മറ്റൊരു സംഘടനയാണ് ആത്മബോധിനി സംഘം എന്ന് പറയും. ആത്മബോധിനി സംഘം. 1934 ഗാന്ധിജി ഹരിജനോദ്ധാരണ ക്യാമ്പയിനുമായിട്ട് നമ്മുടെ കേരളത്തിലെത്തിയപ്പോൾ മാവേലിക്കരയിലെ തട്ടാരമ്പലത്ത് വെച്ച് ഗാന്ധിജിക്ക് സ്വീകരണം നൽകിയതും മറ്റാരുമായിരുന്നില്ല, ശുഭാനന്ദ ഗുരുദേവനായിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക്, ഹൈന്ദവ മതവിശ്വാസികൾക്ക് ക്ഷേത്രപ്രവേശനം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവിതാംകൂറിലേക്കൊരു കാൽനട ജാഥ സംഘടിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാലും അതിന്റെയും ഉത്തരം ശുഭാനന്ദ ഗുരുദേവനാണ്. ശുഭാനന്ദ ഗുരുദേവനെ കുറിച്ചുള്ള ക്ലാസ് ഇവിടെ പൂർണ്ണമാവുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. ഓൾ ദ ബെസ്റ്റ്.